രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതിന് ശേഷം ബി.ജെ.പി വലിയ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിവന്നത്. ഇപ്പോൾ ഒരു ഇടുതി പോലെയായിരുന്നു കന്യാസ്ത്രീയുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഉണ്ടാവുകയും വലിയ രീതിയിൽ ബി.ജെ.പിയെ പ്രതിസന്ധിയിലെത്തിച്ചില്ലേ? വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമുടയ്ക്കുന്ന ഒരു അനുഭവം ആലോചിച്ച് നോക്കൂ. വടിക്കൽ കൊണ്ട് കലമുടയ്ക്കുക സെയിങ് ഏതാണ്ട് അതുപോലെയായി കേരളത്തിലെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ. ലിവിങ് നോ സ്റ്റോൺ അൺടേൺഡ്. ബി.ജെ.പി കേരള യൂണിറ്റ് സർവ്വസാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു. പലപ്പോഴും ബി.ജെ.പിയുടെ കേരള ഘടകത്തിൽ ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൂപ്പിളമ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോപണങ്ങൾ ഏറെ കേട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയും മറിഞ്ഞും വന്നിട്ടുണ്ട്. പക്ഷേ ജൈവികമായ വളർച്ച, കേരളത്തിൽ ജൈവികമായ വളർച്ച രേഖപ്പെടുത്തിയ ഏക രാഷ്ട്രീയ കക്ഷി ബി.ജെ.പി മാത്രമാണ്. അവിടെ ഘട്ടം ഘട്ടമായി കേരളത്തിൽ എക്കാലത്തും സംഘപരിവാർ ശക്തികൾക്ക് 5% ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു. 80കളുടെ തുടക്കത്തിലും അതുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ രൂപീകരണം നടന്ന 1980 തന്നെ അതുണ്ടായിരുന്നു. ജനസംഘ കാലത്തും അതുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊന്നും സാധ്യമായില്ലെങ്കിൽ പോലും. പക്ഷെ അതിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് ഉയർന്ന് 10%, 15%-ആയി മാറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20%-ഓളം വോട്ട് ഷെയർ കേരളത്തിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ത്രികോണ മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒരുക്കി. ഒരു സീറ്റ്, തൃശ്ശൂർ സീറ്റ് വിജയിച്ചു വന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലും അതുപോലെ ആലപ്പുഴ മണ്ഡലത്തിലും വിജയത്തിന് പോകുന്ന വിജയത്തോടൊപ്പം ചേർന്ന ഏതാണ്ട് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ പിടിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറിയിക്കാനും ബി.ജെ.പി കഴിഞ്ഞു. അവിടെ നിന്നും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി.ജെ.പി ഗിയറപ്പ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ജില്ലകളെ തിരിച്ചു. ഒരു ജില്ലയെ 2 or 3 ഒക്കെ ആക്കി തിരിച്ചതിന് ശേഷം പ്രത്യേക ചുമതലക്കാരെ ഏൽപ്പിച്ചു. സംസ്ഥാന ഘടകം ഉടച്ചു വാർത്ത. പുതിയ പ്രസിഡന്റ് വന്നു, രാജീവ് ചന്ദ്രശേഖർ. ക്രൈസ്തവ മുഖങ്ങൾ അവിടെ വരുന്നു. സംഘടനാ തലപ്പത്ത് അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി മാറുന്നു. അതുപോലെ പി.സി. ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് സംഘടനയുടെ വൈസ് പ്രസിഡന്റ്, കേരള യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡന്റായി മാറുന്നു. കേന്ദ്രമന്ത്രി ആയി ജോർജ് കുര്യനെ, ഒരു ക്രൈസ്തവ മുഖമാണ്, തിരഞ്ഞെടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. തൃശ്ശൂർ മണ്ഡലം സുരേഷ് ഗോപി വിജയിച്ചു വരുന്നു ബി.ജെ.പിക്ക് വേണ്ടി. ക്രൈസ്തവർക്ക് 26% മുതൽ 28% വരെ സാന്നിധ്യമുള്ള ആ മണ്ഡലത്തിൽ ഒരു ബി.ജെ.പി സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ ജയിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ക്രൈസ്തവരുടെ ഒരു പിന്തുണ, അത് താമര ചിഹ്നത്തിൽ പോലും വോട്ട് ചെയ്യാൻ ക്രൈസ്തവർ തയ്യാറായി എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു എൻഡോഴ്സ്മെന്റിന്റെ ആവശ്യമില്ല. അപ്പോൾ ഓൾ സെറ്റ് ഫോർ എ ഷോ ഡൗൺ ഇൻ ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ. അതിന് തൊട്ട് മുമ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ ഞങ്ങൾ ഇങ്ങ് എടുക്കുകയാണ് എന്ന മട്ടിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരുക്കങ്ങൾ. ഒരു പരിധി നോക്കിയാൽ LDF-നേക്കാൾ UDF-നേക്കാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരുങ്ങുന്നത് ബി.ജെ.പി ആയി മാറിക്കൊണ്ടിരുന്ന സമയത്താണല്ലേ ഇത്തരം ഇത് അതാണ് പറഞ്ഞത്, ആലിങ്ക പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ചെറിയൊരു കൈപ്പിഴ, ചെറിയൊരു അബദ്ധം, അത് വലിയ അബദ്ധ പഞ്ചാംഗമായി മാറിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ, കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾക്ക് നേരെ, തിരുസഭയുടെ ഭാഗമായ തിരുവസ്ത്രം ധരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് നേരെ ബജ്റാങ് ദളിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ ബി.ജെ.പി ഇതര കക്ഷികൾ, കേരളത്തിലെ ഭരണപക്ഷമായ LDF-ഉം മുഖ്യ പ്രതിപക്ഷമായ UDF-ഉം മനസ്സിൽ പാടുപെടാൻ ലഡുപൊട്ടുകയാണ്. ആനന്ദലബ്ധിക്ക് എന്ത് വേണ്ടു? അതാണ് കാരണം. ബി.ജെ.പിക്ക് വിജയിച്ചു വരണമെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ നല്ല പിന്തുണ ആവശ്യമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം, തീരപ്രദേശത്തുള്ള ലത്തീൻ കത്തോലിക്കരുടെ വോട്ടിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും, മഹാഭൂരിപക്ഷം UDF-നോ LDF-നോമായിട്ട് വീതിച്ചു പോകും, ചെറിയ ഭാഗമെങ്കിലും. അതുപോലെ ലത്തീൻ അല്ലാത്ത മറ്റ് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾ, നാടാർ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുണ്ട്. ആ ക്രൈസ്തവ വിഭാഗങ്ങളുടെ, CSI ചർച്ചിൻ്റെ, മലങ്കര സഭകളുടെ, പെന്തിക്കോസ്ത് വിഭാഗങ്ങളുടെ ഒക്കെ ചെറിയ പിന്തുണ
കത്തോലിക്ക വിഭാഗത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അനുഗ്രഹാശിസുകൾ ആവശ്യമാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയൊന്നും അങ്ങനെ പിടിക്കാനാവില്ല. ഹൈന്ദവ കൺസോളിഡേഷനിലൂടെ മാത്രം സാധിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ല കേരളത്തിലുള്ളത്. കാരണം അത് നമ്പേഴ്സ് അങ്ങനെയാണ്. കേരളത്തിലെ ജനസംഖ്യയുടെ 26% മുസ്ലിം ജനസാമാന്യമാണ്, 18% ക്രൈസ്തവ ജനസാമാന്യമാണ്, 54% മാത്രമാണ് ഹൈന്ദവർ. അത് തന്നെ LDFനെ ഒരു ഹിന്ദു പാർട്ടിയായിട്ടാണ് കേരളത്തിൽ പലപ്പോഴും കാണുന്നത്. ഈഴവ സമുദായത്തിന് കാര്യമായ വേരോട്ടമുള്ള ഒരു 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 കക്ഷി CPM. ആ ഒരു യാഥാർത്ഥ്യമൊക്കെ പെട്ടെന്നങ്ങ് മാറിപ്പോവില്ല. ഈഴവ സമുദായത്തിൻ്റെ ഒരു ചെറിയ വിഭാഗമെങ്കിലും LDF വോട്ടേഴ്സ് BJPയിലേക്ക് വന്നു. അത് ഒരു വലിയ ഒരു സാധ്യതയാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവരുടെ ഒരു ചെറിയ പങ്കും കൂടെ വരുമ്പോൾ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഉൾപ്പെടെ സാന്നിധ്യം അറിയിക്കാൻ BJP കഴിയും. ത്രിതല പഞ്ചായത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഭാഗത്തുനിന്ന് അധികം സീറ്റുകൾ കിട്ടാനില്ല എന്നറിയാം. സാന്നിധ്യമാകും. ആലപ്പുഴ ജില്ലയിൽ നിന്ന് 1-2 നിയമസഭാ സീറ്റുകൾ, തിരുവനന്തപുരം നഗര മധ്യത്തിലുള്ള 2-3 വട്ടിയൂർക്കാവ് മണ്ഡലം, നേമം വലിയ സാധ്യതയുള്ള മണ്ഡലമാണ്. അതുപോലെ കഴക്കൂട്ടം മണ്ഡലം, ഇതെല്ലാം തന്നെ BJP കണ്ടറിയുന്ന മണ്ഡലങ്ങളാണ്. പാലക്കാട് മണ്ഡലം, അതുപോലെ മഞ്ചേശ്വരം മണ്ഡലം. 4-5-6 സീറ്റുകൾ എന്നത് അത്ര ബാലികേറ മലയാവില്ലായിരുന്നു BJPക്ക്. പക്ഷെ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ളൊരു കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ടല്ലോ രാജീവ്. അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തൃശ്ശൂർ അരമന സന്ദർശിച്ച് CBCI തലപ്പത്തുള്ള ബിഷപ്പിനെ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കാണുക എന്നത് മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് പത്രക്കാരോട് സംസാരിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് തന്നെയാണ് ആ ഒരു കൈകാര്യം ചെയ്തത്. അല്ല, മഞ്ഞുരുകുമോ? മഞ്ഞ് ഉരുകാൻ കത്തോലിക്ക സഭയുടെ വിഷയമല്ലത്. ഇത് ഈ പ്രതിപക്ഷ കക്ഷികൾ, BJP ഇതര കക്ഷികൾ, ദേശീയ തലത്തിലെ പ്രതിപക്ഷം കേരളത്തിൽ അവർ ശക്തരാണ്. ആ കക്ഷികൾക്ക് വലിയ സാധ്യതയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങനെ ന്യായീകരിക്കും? 8ാം ദിവസമാണ് ഈ കന്യാസ്ത്രീകൾ ഇപ്പോഴും ജാമ്യമില്ലാതെ നിൽക്കുന്നത്. മാപ്പ് കൊടുക്കാനാവാത്ത ഒരു നിലയിലേക്ക് പോയിരിക്കുന്നു. കേസ് ചാർജ് ചെയ്തിരിക്കുന്ന രീതി, അതുപയോഗിച്ചിരിക്കുന്ന വകുപ്പുകൾ, അവരെ പെടുത്തിയിരിക്കുന്ന ട്രാപ്പ്, ഇതെല്ലാം തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് നമുക്കറിയാത്തതല്ല. കേരളത്തിലെ BJP ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ എനി വേ. അതിവിടെ എല്ലാവർക്കും അറിയാം. അതല്ലല്ലോ വിഷയം ഭാരതീയ ജനതാ പാർട്ടി ഒരു ദേശീയ കക്ഷിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഛത്തീസ്ഗഡ് യൂണിറ്റ് ഇതിനെ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ മതപരിവർത്തനമുണ്ട്, വലിയ രീതിയിൽ മനുഷ്യക്കടത്ത് നടക്കുന്നു. പാർലമെന്റിലെ തന്നെ ഛത്തീസ്ഗഡിലെ BJP MPമാർ അത്യുഗ്രമായി ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ടും അത് ഇനിയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന മട്ടിൽ അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ BJP നേതൃത്വം അങ്കലാപ്പിലാവുകയാണ്. അവിടെയാണ് ഡാമേജ് കൺട്രോൾ. അതുകൊണ്ട് തീർച്ചയായും ഈ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് BJPയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ അനുഗ്രഹാശിസുകളോടെയാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്. വിഷ്ണു സായി അദ്ദേഹം പൂർണ്ണമായ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വത്തിന്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് സുരേഷ് ഗോപിയാണല്ലോ. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് വലിയ രീതിയിൽ ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്നത്. BJPയുടെ ചെമ്പ് തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ തൃശ്ശൂരെ സംസാരം. ഏറ്റവും അധികം ബെനിഫിഷ്യറി ആയത് BJPക്കാരനെങ്കിലും BJP ഇതര വോട്ടുകൾ പിടിക്കാവുന്ന ഒരു മുഖം എന്ന നിലയിലാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ചതും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ, ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാനായതും അങ്ങനെയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എന്തു പറയാനാവും? ജോർജ് കുര്യൻ എന്ന ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പ്രതിനിധി കേന്ദ്രമന്ത്രിക്ക് കാര്യമായി ഒന്നും പറയാനാവുന്നില്ല, ഇടപെടാനാവുന്നില്ല. വിട്ടത് അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും അല്ലേ? ഈ കേന്ദ്രമന്ത്രി എവിടെ എന്ന ചോദ്യമുണ്ടാകും. സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാനായി എന്ന ചോദ്യമുണ്ടാകും. BJPക്ക് ചെയ്യാവുന്ന 99% കാര്യങ്ങളും പഴുതടച്ചുകൊണ്ട് ചെയ്തു BJP. പക്ഷെ ഈ ഒരു പഴത്തൊലിയിൽ തന്നെ വീഴുന്ന കാഴ്ച, വീണു എന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിച്ചും എല്ലാം നഷ്ടപ്പെട്ടു എന്ന്, BJPക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് സാറിന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ചിലപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ചില ഇടങ്ങളിലുണ്ടാകും. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ ഒരു പങ്ക് സംശയത്തിനെതിരില്ലായി.
കാസായിക്ക് ഉൾപ്പെടെ കാര്യമായി ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ന്യായമാണ് എന്ന് പറയാൻ ഒരു ക്രൈസ്തവ സംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല. അതിനർത്ഥം ദർ ഇസ് എ ക്രിസ്ത്യൻ കൺസോളിഡേഷൻ. ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ചരിത്രപരമായി അങ്ങനെ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പലതായി ചിതറി നിൽക്കുകയാണ്. പല റീത്തുകളിലായി, ലത്തീൻ, സിറിയൻ, പല റീത്തുകളിലായി, മലങ്കര റീത്തുകളിലായി ചിതറി നിൽക്കുന്നു. അതുപോലെ മറ്റ് സമുദായങ്ങൾ, ഓർത്തഡോക്സ്, യാക്കോബായ, മലങ്കര സഭകൾ, ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബായ, കനാനായ, ഖൽദായ സഭകൾ, പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾ, ബ്രദറൻ പ്രസ്ഥാനങ്ങൾ, പുതിയ 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 ഗ്രൂപ്പുകൾ, ഇതെല്ലാമായി ചിതറി നിൽക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അവരെല്ലാം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒരുമിച്ചങ്ങ് വോട്ട് ചെയ്യുമെന്ന ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ ചിതറിപ്പോകും. അതിൻ്റെ പ്രയോജനം ചിലപ്പോൾ BJPക്ക് ലഭിക്കും. പിന്നെ 8 മാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഡാമേജ് കൺട്രോൾ, വലിയ രീതിയിലുള്ള സോപ്പ് അല്ലേ, വലിയ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഒരു പക്ഷേ ഇനിയുള്ള നാളുകളിൽ പ്രതീക്ഷിക്കാം. അത് വലിയ പ്രായശ്ചിത്തമായിരിക്കും. ഇത് ഇപ്പോൾ തന്നെ കൃത്യമായി മുതലെടുക്കാൻ ശ്രമിച്ചത് UDF ആണ്, കോൺഗ്രസ് ആണ്. പക്ഷേ കോൺഗ്രസിനെ വെട്ടിലാക്കി ഛത്തീസ്ഗഡ് കോൺഗ്രസിലെ അവിടുത്തെ പ്രസിഡന്റ് തന്നെ, സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടേക്ക് മതപരിവർത്തനം നടക്കുന്നു എന്ന രീതിയിൽ വെട്ടിലാക്കുന്ന പ്രസ്താവന അവിടെ നിന്നും വരുന്നുണ്ട് അല്ലേ. ഒരു കോൺഗ്രസ്സുകാരന് പാര പണിയുന്നത് മറ്റൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അത് തീർച്ചയായും അങ്ങനെയാണ്. കേരളത്തിലെ കോൺഗ്രസിന് അല്ല, അതാണ് ഈ ദേശീയ പാർട്ടികൾ രണ്ടും പ്രതിസന്ധിയിലാകുന്നുണ്ടല്ലേ. കോൺഗ്രസും BJPയും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. കേരളത്തിലെ കോൺഗ്രസിന് ആ പ്രതിസന്ധി ഇല്ല, ഇതർ നിൽക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഒരു നാഴി മറ്റൊരു നാഴിയിൽ ഇറങ്ങില്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒന്നും തന്നെ, ഈവൻ തരൂറും ഒന്നും തന്നെ പരസ്പരം നാഴിയിൽ ഇറങ്ങി നിൽക്കില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയും അത്താഴം റെഡിയായി കഴിയുമ്പോൾ വിളമ്പാൻ നേരത്ത് കാണാം കൂട്ടപ്പൊരിച്ചിൽ, ഇതെല്ലാം സംഭവം. പക്ഷേ ഇതങ്ങോട്ട് ഈ പരിപ്പ് വേകുന്നുണ്ട് എന്നൊരു ചിന്ത UDF ക്യാമ്പിലുണ്ട്. LDF അത് പൊളിച്ചെടുക്കാൻ LDF ശ്രമിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരമാണ്. BJP വിരുദ്ധ ഒരു ഇടത്ത് ഇറങ്ങി നിൽക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ UDF LDF സംവിധാനങ്ങൾ. അതിന് വീണ് കിട്ടിയ ഒരു നല്ല ആയുധമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ഡിറ്റൻഷനും. കളി കാണുന്ന കാണികളായി മാത്രം LDF മാറുകയാണ്. ഇല്ല, കാണികളായി മാറുന്നൊന്നുമില്ല. LDF BJP എതിർക്കാൻ, LDF കൊടുക്കുന്ന നെററ്റീവ് കേരളത്തിലെ BJP എതിർക്കാൻ കോൺഗ്രസ്സുകാരേക്കാൾ നല്ലത് ഞങ്ങളാണ് എക്കാലത്തും LDF പറയുന്നൊരു കാര്യമാണ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പലരും ചേക്കേറി, പക്ഷേ LDFിൽ നിന്നും കാര്യമായി BJPയിലേക്ക് പോയിട്ടില്ല. അണികൾ പോയിട്ടുണ്ട്, നേതാക്കൾ അധികം പോയിട്ടില്ല. കണക്കുകളുടെ കാര്യത്തിൽ പറയുകയാണ്. പക്ഷേ അങ്ങനെയല്ല, അണികൾ, വോട്ടർമാർ നീങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, കൊല്ലം മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ട്രഡീഷണൽ LDF വോട്ടർമാർ ധാരധാരയായി BJPയിലേക്ക് ഒഴുകിയ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്ന് LDF മറന്നു പോകരുത്. അതുകൊണ്ട് ഈ കുത്തൊഴുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. ഈ അടുത്ത വരുന്ന 4 മാസം ഇമ്മീഡിയറ്റ് ഡാമേജ് കൺട്രോൾ, അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 8 മാസം കൊണ്ട് പൂർവ്വസ്ഥിതിയിൽ കാര്യങ്ങളാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിലവിലുള്ള ഒരു സീറ്റ് BJPക്ക് ചിലപ്പോൾ നിലവിലുണ്ടാവുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴില്ല, ഉണ്ടായിരുന്ന നിയമം പോലും ലഭിക്കാത്തൊരു അന്തരീക്ഷത്തിൽ വന്നാൽ അതിൻ്റെ ഒറ്റ കാരണം ഞാൻ കണക്ക് കൂട്ടുന്നത് 5 മുതൽ 7 വരെ സീറ്റുകൾ ഭാരത് ജനതാ പാർട്ടിക്ക് ലഭിക്കാവുന്ന, ന്യായമായും ഊതിപ്പെരുപ്പിച്ച കണക്കല്ല, ന്യായമായി ലഭിക്കാവുന്ന അന്തരീക്ഷത്തിൽ നിന്നും അക്കൗണ്ട് തുറക്കാനാവാത്ത ഗതിയിലേക്ക് വീണു പോയിട്ടുണ്ട് എങ്കിൽ അതിന് ഛത്തീസ്ഗഡിലെ അത്യുത്സാഹികളായ ബജ്രംഗ് ദൾ പ്രവർത്തകരെ മാത്രം വഹിച്ചാൽ മതിയാകും. കേരളത്തിലെ BJPയുടെ കഷ്ടകാലവും ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.